ഹിറ്റ് 96.7 FM സ്പെഷ്യൽ ന്യൂസുമായി ഷാബു. പദം കൊണ്ട് പന്താടുന്ന പന്തളം എന്നാണ് പന്തളം കേരളവർമ്മയെ മഹാകവി വള്ളത്തോൾ വിശേഷിപ്പിച്ചത്. അദ്ദേഹം എഴുതിയ ദൈവമേ കൈതൊഴാം എന്ന കവിതയാണ് നമ്മുടെ ഒട്ടുമിക്ക സ്കൂളുകളിലും പ്രാർത്ഥനാഗാനമായി പാടിയിരുന്നത്. 1963 അമ്മയെ കാണാൻ എന്ന ചിത്രത്തിനുവേണ്ടി കെ രാഘവൻ മാസ്റ്റർ ഈണമിട്ട് AP കോമള ഈ വരികൾ പാടിയിട്ടുണ്ട്. അത്യന്തം ലളിതമായ പദങ്ങൾ കൊണ്ട് സമ്പന്നമായ പാട്ടാണിത്. ശരിക്കും വള്ളത്തോൾ വിശേഷിപ്പിച്ചതുപോലെ പദങ്ങൾ കൊണ്ട് പന്താടുന്ന പന്തളം പക്ഷേ വളരെ ലളിതമായ പദങ്ങൾ കൊണ്ട് വളർന്നുവരുന്ന തലമുറയ്ക്ക് എന്താണ് വേണ്ടത് എന്ന് കൃത്യമായ തിരിച്ചറിവോടെ പ്രാർത്ഥന പോലെ എഴുതിയ വരികൾ. നല്ല കാര്യങ്ങളോട് മാത്രം ഇഷ്ടമുണ്ടാകണേ, നല്ല വാക്കോതുവാൻ ത്രാണിയുണ്ടാകണേ, സത്യം പറഞ്ഞിടാൻ ശക്തിയുണ്ടാകണേ, നേർവഴിക്കെന്നെ നീ കൊണ്ടുപോയിടണേ എന്നൊക്കെയല്ലാതെ മറ്റെന്താണ് കുഞ്ഞുങ്ങൾ പ്രാർത്ഥിക്കേണ്ടത്? കുഞ്ഞുങ്ങളിൽ നിന്ന് അതല്ലാതെ മറ്റെന്താണ് മുതിർന്നവർ പ്രതീക്ഷിക്കേണ്ടത്? പുതിയ കാലത്തെ പാട്ടുകളിൽ കുട്ടികൾ ഏറ്റെടുത്ത് ഹിറ്റാക്കിയ പാട്ടുകളിലൊന്നാണ് ആവേശമെന്ന സിനിമയിലെ പാട്ട്. പേന കത്തികൊണ്ട് വിദ്യാരംഭം കുറിച്ച് കുത്തിമലർത്തി ഹരിശ്രീ കുറിക്കാൻ പറയുന്ന, കട്ടച്ചോര കൊണ്ട് ജ്യൂസടിച്ചു കുടിക്കാൻ പറയുന്ന പാട്ട്. ആവേശവും അർമാദവും ഒത്തുചേർന്ന സിനിമയിലെ കഥാപാത്ര സൃഷ്ടിക്കു വേണ്ടി രചിച്ച പാട്ടാണത്. സിനിമ കണ്ടു കഴിയുന്നതോടെ ആ പാട്ടും പാട്ടിലെ രംഗവും അവിടെ തീരണം. അതല്ലാതെ ആ സിനിമയ്ക്കുമപ്പുറം ആ വരികളാണ് നമ്മുടെ മുദ്രാവാക്യം എന്ന് കുഞ്ഞുങ്ങൾ ചിന്തിക്കാൻ തുടങ്ങിയാൽ അത് അപകടമാണ്. പുതിയൊരു അധ്യയന വർഷം തുടങ്ങിയിരിക്കുകയാണല്ലോ. കുട്ടികൾക്ക് നല്ല വാക്കോതുവാൻ ത്രാണിയുണ്ടാകട്ടെ. എന്നാൽ പന്തളം എഴുതിയ വരികളിൽ നിന്നും പാരഡി സൃഷ്ടിച്ചിട്ടുണ്ട് അയ്യപ്പ പണിക്കർ എന്നുകൂടി പറയട്ടെ. അത് കാലത്തിന്റെ മാറ്റം കണ്ടപ്പോൾ എഴുതിപ്പോയതാണെന്ന് അയ്യപ്പ പണിക്കർ തന്നെ പറഞ്ഞിട്ടുണ്ട്. അയ്യപ്പ പണിക്കർ ഇങ്ങനെ ചില കവിതകളെ പാരഡികളായി മാറ്റിയിട്ടുണ്ട്. അതിലൊന്നാണ് പന്തളത്തിന്റെ ഈ വരികളും. അയ്യപ്പ പണിക്കർ എഴുതിയത്, ദൈവമേ കൈതൊഴാം കേൾക്കുമാറാകണം, ബോറനാമെന്നെ നീ കാക്കുമാറാകണം, കള്ളം പറയുവാൻ ത്രാണിയുണ്ടാക്കണം, കള്ളപ്പണത്തിന് മാർഗമുണ്ടാക്കണം. ഇങ്ങനെ നീളുന്നു ആ വരികൾ. നല്ല വാക്കോതുവാൻ എന്ന വരി ചില്ലറ വരിയല്ല. ഉചിതമായ വാക്കിനുവേണ്ടി പ്രഭാഷകരും എഴുത്തുകാരും പെടാപ്പാടുപെടുന്നതും കുറവല്ല. ബാലചന്ദ്രൻ ചുള്ളിക്കാട് ഒരിക്കൽ എഴുതിയിട്ടുണ്ട്, ആരോ ഒരാൾ എന്ന കവിത എഴുതിയ സമയത്ത് എന്റെ സങ്കല്പത്തിലെ വായനക്കാരനെക്കുറിച്ച് കവിത രൂപം കൊള്ളുകയായിരുന്നു. നിന്നെ ഞാൻ ഓർക്കുന്നു, നീ പാതിരാ തീവണ്ടിയിൽ എന്റെ ഈരടി മൂളി ഉറങ്ങാതിരിപ്പുണ്ടാം എന്നായിരുന്നു അവസാന വരി. തൃപ്തി തോന്നിയില്ല. മൂളി എന്ന വാക്കിന് ശക്തി പോരാ. പകരം മറ്റൊരു വാക്ക് കിട്ടിയില്ല. ആ കവിത മനസ്സിൽ നിന്നും കുടഞ്ഞു കളയാൻ പരമാവധി ശ്രമിച്ചു, കഴിഞ്ഞില്ല. എത്ര ആലോചിച്ചിട്ടും ഉചിതമായ വാക്കു കിട്ടുന്നില്ല. ആ കവിത മറന്നു കളയാനുമാകുന്നില്ല. ഊണിലും ഉറക്കത്തിലും അതുതന്നെയായി ചിന്ത. ആ വാക്ക് കിട്ടുന്നില്ല. മറ്റൊരു കാര്യവും ചിന്തിക്കാനുമാവുന്നില്ല. ദിനചര്യകൾ തെറ്റി ഓഫീസിൽ പോകാതെ വിജനതകളിൽ അലഞ്ഞു തിരിഞ്ഞു. ചുമ്മാ തീവണ്ടിയിൽ കയറി നിലമ്പൂർക്ക് പോയി. ഭ്രാന്താവുമോ? ഭയം തോന്നി. വേണ്ട, കവിതയും വേണ്ട, ഒന്നും വേണ്ട, മനസ്സമാധാനം മതി, ഒന്നുറങ്ങിയാൽ മതി. തണുത്ത വെള്ളത്തിൽ കുളിച്ചു. വൈദ്യൻ തന്ന എണ്ണ രാത്രിയിൽ നെറുകയിൽ വച്ചു. ഉള്ളംകാലിൽ പുരട്ടി. ഒരുവിധം ഉറക്കം ശരിയായി. ഓഫീസിൽ പോകാൻ തുടങ്ങി. മുളം കാടുകൾക്കിടയിൽ മറയുന്ന ചന്ദ്രനെപ്പോലെ ജോലിത്തിരക്കിനിടയിൽ കവിതയെക്കുറിച്ചുള്ള ചിന്ത മങ്ങി മറഞ്ഞു. ഒരു ദിവസം രാവിലെ തിരക്കുള്ള ബസ്സിൽ കമ്പിയിൽ പിടിച്ചു തൂങ്ങി നിന്ന് ഓഫീസിലേക്ക് പോകുമ്പോൾ ഓർക്കാപ്പുറത്ത് മനസ്സിൽ ഇടിമിന്നൽ പോലെ ആ വാക്കുദിച്ചു. കവിത പൂർത്തിയായി. നിന്നെ ഞാൻ ഓർക്കുന്നു, നീ പാതിരാ തീവണ്ടിയിൽ എന്റെ ഈരടി തീണ്ടി ഉറങ്ങാതിരിപ്പുണ്ടാം. മൂളി എന്ന വാക്കിന് പകരം തീണ്ടി എന്ന വാക്ക്. സന്തോഷം കൊണ്ട് ഭ്രാന്തായി. ഇനി മരിച്ചാലും സാരമില്ല എന്ന് തോന്നി. തുടർന്ന് ചുള്ളിക്കാട് എഴുതുന്നു, ഇതൊന്നും നിങ്ങൾ വിശ്വസിക്കില്ല എന്നറിയാം. നിങ്ങളുടെ പുച്ഛവും പരിഹാസവും എനിക്ക് മനസ്സിലാവും. ആ വാക്കും ആ കവിതയും എന്റെ ഉന്മാദവുമൊക്കെ തീർച്ചയായും ലോകത്തിന് നിസ്സാരമായിരിക്കും. പക്ഷേ എനിക്കത് എന്റെ ജീവിതമായിരുന്നു. ലോകത്തിലെ ഏത് അവാർഡിനേക്കാളും വിലപ്പെട്ട ആനന്ദം. ഇങ്ങനെയുമുണ്ട് മനുഷ്യർ. ഒരു വാക്കിനു വേണ്ടി അലഞ്ഞ മനുഷ്യർ. കവികളാകാം, കഥാകൃത്തുക്കളാകാം, സാധാരണ മനുഷ്യരുമാകാം. വാക്ക് ശരിയായിരിക്കണം. അക്ഷരങ്ങളും വാക്കുകളും പഠിച്ചു തുടങ്ങുന്ന മക്കൾ ഓർക്കണം, നല്ല വാക്കോതുവാൻ ത്രാണിയുണ്ടാകണം.